മോള് റെഡിയായോ? തുറക്കണ്ടമ്മ, ഞാൻ ഇറങ്ങാ. രൂപ ഇപ്പൊ ബസ് സ്റ്റോപ്പിൽ വന്ന് കാണും. വേണ്ടായിരുന്നു, ഞാൻ തന്നെ വന്നാ മതിയായിരുന്നു. ഇതിപ്പോ ഒരു ആവശ്യം വന്നാ ആരാ ഒന്ന് വിളിക്കാനുള്ളത്? രൂപയുള്ളത് കൊണ്ടല്ലേ അമ്മേ, പുറത്തൊക്കെ പഠിച്ചല്ലേ അവള്. അതാ എനിക്കും. ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണാന്നാ പറഞ്ഞിരിക്കുന്നത്. പോട്ടെ അമ്മേ. ആ പിന്നെ പേടിയുണ്ടെങ്കിൽ അപ്പുറത്തെ രാജൂട്ടിനെ വിളിച്ചോ. ഞാൻ ആരെയും വിളിക്കാൻ നിൽക്കുന്നില്ല. ഒരു രാത്രിയുടെ പ്രശ്നമല്ലേ ഉള്ളൂ. ഇനിയിപ്പോ വിളിച്ചിട്ടും വരണമെന്നില്ലല്ലോ. എന്നാ ഞാൻ ഇറങ്ങാ. 5 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് എത്തും. അവിടെ ഒരു റൂം എടുത്ത് താമസിച്ച് രാവിലെ ആനിമേഷൻ കമ്പനിയിലും പോയി രൂപയുടെ ഇന്റർവ്യൂവും കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോട്ടെ. പോട്ടെ ചേട്ടാ. ബി കെയർഫുൾ. ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. പേഴ്സൊക്കെ സൂക്ഷിക്കണം. പോട്ടെ. ഒരു ടിക്കറ്റ്. ചേച്ചി എങ്ങോട്ടാ? ഒരു തൃശ്ശൂര്. ഒരു തൃശ്ശൂരാ? അപ്പൊ ഇവരുടെ ടിക്കറ്റാ? വിക്കിക്ക് 6 വയസ്സ് പോലും ആയിട്ടില്ല. അപ്പൊ ആ വിക്കിന് എത്ര വയസ്സായി? കൊള്ളാം കൊള്ളാം. ഇന്നാ പിടി. കാര്യം 5-6 വർഷം നമ്മൾ ഒന്നിച്ചു പഠിച്ചെങ്കിലും ഒരു ദീർഘയാത്ര ഇത് ആദ്യമായിട്ടാ അല്ലേ? നമ്മൾ ഒന്നിച്ചെന്നല്ല, ഞാൻ അധികം യാത്രകളൊന്നും ചെയ്തിട്ടില്ല. പഠിച്ചതൊക്കെ നാട്ടിലായിരുന്നല്ലോ. അമ്മയ്ക്ക് വലിയ ടെൻഷനാ വിടാനൊക്കെ. പിന്നെ രൂപ പുറത്തൊക്കെ പഠിച്ചത് കൊണ്ടാ ഇപ്പൊ സമ്മതിച്ചേ. ആനിമേഷൻ കോഴ്സിന് ചേരാൻ 2 വർഷം മുമ്പ് കൊടുത്ത കാശല്ലേ, അതിപ്പോ തിരിച്ചു കിട്ടുമോ? ഉപേക്ഷിച്ചതായിരുന്നു അത്. പിന്നെ കാശിന് ആവശ്യം വന്നപ്പോ ഒന്ന് വിളിച്ചു നോക്കിയതാ. വന്ന് വാങ്ങിക്കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു അവര്. എന്താവോ എന്തോ. അതിപ്പോ എറണാകുളം വരെ പോകുന്ന കാര്യമല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം. Hello, Oral Group of Companies. Hey, morning. Morning. Be seated. Thank you, sir. Sir, എന്താ വിളിപ്പിച്ചേ? അല്ലെന്തോ തിരക്കിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അതൊരു ചെറിയ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഒരു ഷോർട്ട് ഫിലിമിന്റെ. ദീപകിനെ ജോലിക്ക് റെക്കമെൻഡ് ചെയ്തപ്പോഴേ പപ്പേന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ ചില നല്ല ശീലങ്ങളൊക്കെ മോനുണ്ടെന്ന്. എന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞോ? ഓൾമോസ്റ്റ് സർ. ഒരു 2 സിനിമ ഉണ്ട്. ഞാൻ ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ? അതൊന്നും സാരമില്ല സർ. പക്ഷെ എനിക്ക് സാരമുണ്ടെങ്കിലോ? തന്നെ പോലൊരു മഹാപ്രതിഭയെ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ കമ്പനി തളച്ചിടുന്നത് ശരിയാണോ? So see you somewhere. Meet Shyama. She will settle your salary. Okay? Sir, you mean I'm getting sacked? Yes. Deepak, I think I should invite you here. Sir, എൻ്റെ ആര് ജോലിയാണ് സർ. ഫസ്റ്റ് മുതലേ പിരിച്ചുവിടുന്നൊക്കെ പറഞ്ഞ പ്ലീസ് സർ. Deepak, please. I am very busy. Try to understand me. Please. Please.
ആഹാ ഇതിപ്പോ ഫുൾ സാലറി ഉണ്ടല്ലോ. ഇന്നിപ്പോ 7 ആയുള്ളൂ. ഇവിടെ എല്ലാം അങ്ങനെ തന്നെയാ. ചാടിച്ചു വിടുന്നതിന് ഫുൾ സാലറി, റെഗുലർ സ്റ്റാഫിന് സാലറി കട്ട്. അല്ലെങ്കിൽ ഇവിടെ എല്ലാത്തിനും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആ ശ്യാമ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ശ്യാമ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടാ ശ്യാമ എന്നെ വിളിക്കണം കേട്ടോ. എന്താ ഇയാൾ എനിക്ക് ജോലി തരുമോ? അതല്ല, ഈ ജോലി പോയാളുടെ വിഷമം നമുക്കൊന്ന് ഷെയർ ചെയ്യാലോ. ചെല്ല്, അവരോട് പോയിട്ട് ഷെയർ ചെയ്യാം. ആടെ അറിയാലോ ഉദ്ദേശിച്ചേ? മനസ്സിലായില്ലേ? ഓ ആരാ, ബ്രദറാ? ആ, ഓ എന്നാ അളിയെന്ന് പോയി വിഷ് ചെയ്തേക്കാം. ആ ശരി. ഓ ഓ നീയോ അളിയാ, കറക്റ്റ് സമയത്താ നീ വന്നേ. എന്താടാ എന്തുറ്റി? എന്നാ നീ കിടക്കുന്നേ? വേദന. ഓ സൃഷ്ടിയുടെ വേദന. പാവം. ഒരു ബ്ലോഗ് കവിത ഇപ്പൊ എഴുതി അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ. ഇനി ഇത് പോസ്റ്റ് ചെയ്യണം. നീ വാ. എന്തായാലും നീ കഷ്ടപ്പെട്ട് നൊന്ത് പ്രസവിച്ചല്ലേ, ഞാനത് കാണട്ടെ. വാ. കാണാനല്ല, ഇത് കേൾക്കണം. ഓക്കെ എന്നാ കേക്കാം. ഈ കവിതയുടെ പേരാണ് പറ. അറബിക് കുടിൽ. അറബിക്കടലോ? ഹേയ്, അറബിക് കുടിൽ. ഞാൻ വായിക്കാം. വായിക്കേ. എന്റെ ആത്മനൊമ്പരങ്ങളുടെ കൊണാട്ട് പ്ലേസിൽ ഞാനൊരു ഹൈബ്രിഡ് വെണ്ടയ്ക്കാമരം നട്ടു. ആ ഡാടാ ബാക്കി പറ. മീനയും മേരിയും മൈമുനയും അതിന് വെള്ളവും ജൈവവളവും ഇട്ടു. ശൈത്യകാല ചൂടിൽ ചില മൈഗ്രേറ്റഡ് കിളികൾ അതിൽ ടെന്റ് കെട്ടി പാല് കാച്ചി. ഒരു കത്രീനക്കാറ്റിന്റെ ഗ്യാസ് ട്രബിൾ. എന്റെ ആത്മനൊമ്പരങ്ങൾ അറബിക്കടലിൽ. ഞാൻ അറബിക്കുടലിൽ, അങ്ങ് അറബിക്കുടലിൽ. എങ്ങനെയുണ്ട്? എടാ ഒരു ഡങ്കിപ്പനി പിടിച്ച പോലെ ഉണ്ട്. ആ പോടാ. അല്ല പറഞ്ഞില്ലല്ലോ, നീ എന്താ പോയില്ലേ? ഓ പറഞ്ഞിട്ടേ പണി പോയെന്ന്. കാര്യം നക്കപ്പച്ചൊക്കെ ഉള്ളെങ്കിലും കണക്ക് പറയാതെ കൃത്യം തന്നു വിട്ടു. മാന്യന്മാരാ. ആ, സന്തോഷം വരുമ്പോ ചിലർ അങ്ങനെ. പിന്നെ നിന്റെ പണി എങ്ങനെ പോയി ഞാൻ ചോദിക്കുന്നില്ല, അത് നിനക്കറിയില്ലല്ലോ. ഓ അതൊക്കെ എന്തോ അവിടെ വന്നേ, നമുക്കൊന്ന് അടിച്ച് പൊളിക്കണം. പോടാ. ഇത് പോസ്റ്റ് ചെയ്യാൻ ഞാൻ എങ്ങോട്ടും ഇല്ല. ശാകര പോലെ ആയിരിക്കും ഫേസ്ബുക്കിൽ കമന്റ്സ്. അല്ല, നിന്റെ ആദ്യത്തെ സാലറി അല്ലേ, അത് നീ വീട്ടിൽ കൊണ്ടു കൊടുക്കും. അല്ലേലോ അതാ എന്റെ ഒരു ഇത്. അപ്പൊ ഇത്രയും ദൂരം വെയിൽ കൊണ്ടുവന്ന് ഞാനിപ്പോ ആരായി? ശശി. അതെ, താൻ ഈ മണ്ടത്ത് എഴുതിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നോ? ഞാൻ പോവാ. നില്ല്. നീ അന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിന് ഞാൻ ഒരു പ്രൊഡ്യൂസറെ തരാം. പ്രൊഡ്യൂസർ ശങ്കർദാസ്. പറഞ്ഞു വരുമ്പോ കോടികളിട്ട് പടം പിടിക്കുന്ന ഒരാളാ. നീ ഒന്ന് മുട്ടി നോക്ക്. ശങ്കർദാസ് ആ, എവിടെയോ കേട്ട പേരാണല്ലോ. ആണോ? ആള് ധാരാവിക്കാരനാണോ? അതെനിക്കറിയില്ല. നമ്മുടെ ആ പോസ്റ്റ് ഓഫീസിന്റെ തൊട്ടപ്പുറത്തെ വീടില്ലേ, അവിടുത്തെ. ഇന്നൊരു മൂടിലടേ, നാളെ ആവട്ടെ. നീ ചെല്ല്, ഞാൻ പോവാ. ഓ പൂവർഗായി. പണി പോയി പണി കിട്ടി. ആ വെണ്ടയ്ക്ക മരമേ. അറബിക്കുടിൽ, അറബിക്കടൽ, അറബിത്തൊട്ടിൽ. നീയോ? നീ എന്താ നേരത്തെ? അമ്മയ്ക്ക് വന്നേ, ഒരു കാര്യമുണ്ട്. എന്താടാ? വാ അമ്മ പറയട്ടെ. നീ കാര്യം പറ. അതെ, അമ്മ കൈ നീട്ടിയേ.
എന്തിനാ? വീട്ടമ്മ, ദാ എന്റെ ഫസ്റ്റ് സാലറി. അല്ല ദീപു, ഇന്ന് 17 ആയുള്ളൂ. അപ്പോഴേക്ക് സാലറിയോ? അവിടെ ശരിയാവില്ലമ്മ. ഒരുമാതിരി ഹെഡ് മാസ്റ്ററിന്റെ കൂട്ടൊരു ബോസൊക്കെ ആയിട്ട്. അല്ല, നീ അത് വിട്ടോ? ഞാൻ വിടും മുമ്പ് എന്നെ പറഞ്ഞു വിട്ടു. നീ ആ കൈങ്ങ് നീട്ടിക്കേ. നീട്ടടാ. ഇത് നീ പപ്പയുടെ കൈ കൊണ്ട് കൊടുക്ക്. പപ്പയാണല്ലോ നിനക്ക് റെക്കമെൻഡ് ചെയ്ത് ജോലി വാങ്ങി തന്നത്. അതെ, ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം കേട്ടാ. ഓ ഓ ഓ, ഇങ്ങനൊരു സാധനം. അറിയോ എന്നെ? പള്ളിയിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ അടുത്ത് തന്നെയാ വീടും. ഇരുന്നോട്ടെ. ആ, പ്രിയയില്ലേ? ഒരിടം വരെ പോയേക്കാ. പ്രിയ അറിയോ? വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ആ പിന്നെ പ്രിയയ്ക്കൊരു കല്യാണാലോചനയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് വേണ്ടി തന്നെയാ. അതിപ്പോ കല്യാണമൊന്നും ആലോചിച്ച് തുടങ്ങിയിട്ടില്ലല്ലോ. അല്ല, ആലോചിച്ചു തുടങ്ങുമ്പോൾ പറഞ്ഞാൽ മതി. ഇവിടെ ഇപ്പോ കാര്യങ്ങളൊക്കെ അറിയാം. എൻ്റെ പേര് സോജൻ. സ്കൂൾ കഴിഞ്ഞ് ഒന്നിനും പോയിട്ടില്ല. സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷിയൊക്കെ ആയിട്ട് അങ്ങനെ പോവുക. അപ്പം പൂജപ്പുര ചപ്പാത്തി ഉണ്ടാക്കുക. നമ്മുടെ വില്ലേജ് ഓഫീസർ വെട്ടിയ കേസേ. നിങ്ങൾക്കാവുമ്പോൾ നമ്മുടെ അവസ്ഥ മനസ്സിലാവും. കാരണന്മാർ ഓരോന്നും ഉണ്ടാക്കി വെച്ചാൽ അനുഭവിക്കുക തന്നെ. നമുക്ക് ഗുണ്ടായുസൊന്നുമില്ല കേട്ടോ. താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇനിയും വരാം. നമുക്കുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് ബാർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇവിടെ വന്ന് കഴിച്ചിരുന്നപ്പോൾ നല്ല ഒരു സുഖമുണ്ടായിരുന്നു. ഇപ്പം കുഴപ്പമില്ല. ഫാസ്റ്റ് ഫുഡ് പോലെയല്ല ഭക്ഷണം. നമുക്ക് മന്തി കാര്യം അതൊക്കെ സാധാരണ ഇത് മിൽമ ബാറിലില്ല. എക്സിക്യൂട്ടീവ് ബാറിലൊക്കെ എടുക്കാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിൽമ ബാറാണ് കളിക്കുന്നത്. ബാറില്ല. ഈ നോക്ക്, ഏതോ ഞരമ്പ് രോഗിയുടെ പണിയാ. നമുക്കൊന്ന് വിളിച്ച് ചൂടാക്കാം. വേറെ പണിയൊന്നും ഇല്ലേ? തൃശ്ശൂർ പോകണ്ട. റേഞ്ച് ഇല്ലടി. പ്രിയേ, നിന്റെ ഫോണും തന്നെ. ഇല്ലില്ല, വേണ്ടാത്ത വയ്യാവേലിയൊന്നും വലിച്ച് അങ്ങനൊന്നുമില്ല. വേണ്ട രൂപ. 9876. ആ, റിങ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, ഈസ് ഇറ്റ് 9876543678? ശ്രീരാമകൃഷ്ണനാണോ? അല്ല, വിവേകാനന്ദനാ. നമ്പർ നോക്കി വിളിക്കാൻ പറ്റി. നമ്പർ തെറ്റി. ഒരു ഷണ്ണനായിരുന്നു. ബാലൻസ് 20 പൈസ. അത്യാവശ്യത്തിന് ഒരു കോൾ ചെയ്യാനുള്ള ബാലൻസ് പോലും ഇല്ലല്ലോ. സമാധാനമായല്ലോ. അത് നമുക്ക് എറണാകുളത്ത് എത്തുമ്പോൾ റീചാർജ് ചെയ്യാം. എനിക്കതല്ല, അവനോടൊന്നും പറയാൻ പറ്റിയില്ല. ഛേ. നമുക്ക് സ്റ്റാൻഡിലല്ലായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത്. സ്റ്റാൻഡ് അത് വലിയൊരു കഥയാ. തൽക്കാലം നമുക്ക് ഹലോ. ഓ, ജേണിയൊക്കെ ഫൈൻ. എവിടെയാ? ദാ ഇപ്പം ഇറങ്ങി.
ഓട്ടോക്കോ? ഓക്കെ ഓക്കെ, ഞാൻ വരാം. വാ, വേഗം വാ, നമുക്കൊരു റൂം എടുക്കാം. വാ വാ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒരു മിനിറ്റ്. പ്രിയേ, എനിക്ക് പോണം. എങ്ങോട്ട്? ഒരാളെ കാണാനുണ്ട്, അത്യാവശ്യമാ. ഞാൻ പൊക്കോട്ടെ? തന്നെ പോവാനോ? ഞാനും വരാം. അതൊന്നും ശരിയാവില്ല. ശരിക്കും അത്യാവശ്യം ഉണ്ടായിട്ടാ. നീ ഇവിടെ ഒരു റൂം എടുക്ക്. ഇത് കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാ, എനിക്കറിയാവുന്നതാ. ഞാൻ തനിച്ചോ? നീ എന്തായി പറയുന്നേ? ഞാനും വരാം നിന്റെ കൂടെ. നിന്റെ കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് റൂം എടുക്കാം. പ്രിയ, നീ ആരോടും പറയരുത്. ഞാനിവിടെ ഇന്റർവ്യൂവിന് വന്നൊന്നും അല്ല. എൻ്റെ ഒരു ഫ്രണ്ട് ജീവൻ ഫേസ്ബുക്കിൽ നിന്ന് പരിചയപ്പെട്ടതാ. ഞങ്ങളുടെ ആദ്യ മീറ്റിംഗ് ആയിരുന്നു. എനിക്കവൻ വെറും ഒരു ഫ്രണ്ടല്ല. നീ വന്നാൽ ശരിയാവില്ല. പ്ലീസ് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. നീ ടെൻഷൻ അടിക്കണ്ട. ഞങ്ങളിവിടെ എറണാകുളത്ത് എവിടെയെങ്കിലും കാണും. ഏതായാലും തിരിച്ചു നാട്ടിലേക്ക് നമുക്ക് ഒന്നിച്ചു പോകാം. ഞാൻ ഇവിടെ വരാം. ഓക്കെ? ഹലോ. ഇല്ല ഇല്ല, ഞാൻ വന്നോളാം. വന്നോളാം. ഹലോ, ഞാനിവിടെ ജംഗ്ഷനിൽ വന്നിട്ടുണ്ട്. എവിടെയാ? റോയൽ പാലസോ? പേടിയൊന്നുമില്ല. ശരി. സോറി, റൂം മാറിപ്പോയെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ തന്നെയാ രൂപ അന്വേഷിച്ചു വന്ന ജീവൻ. രൂപ രൂപ സോറി മാഡം, റൂമൊന്നുമില്ല. ഗസ്റ്റ് ഒന്നും വെക്കേറ്റ് ചെയ്തിട്ടില്ല.
ലഹരികളടിയണ തീരം പല പല വഴിയുടെ ലോകം ഇവിടെയൊരിണമിഴി ചിമ്മാതാരയോ തേടുന്നുവോ ലഹരികളടിയണ തീരം പല പല വഴിയുടെ ലോകം ഇവിടെയൊരിണമിഴി ചിമ്മാതാരയോ തേടുന്നുവോ കൂടൊന്നില്ല കൂടാനില്ല പൊള്ളുന്നുള്ളിലാകെ ഭീതികളാടിയ തിറയുടെ ചുവടുകളോ ലഹരികളടിയണ തീരം പല പല വഴിയുടെ ലോകം ഇവിടെയൊരിണമിഴി ചിമ്മാതാരയോ തേടുന്നുവോ. ശരി ശരി, ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ വിളിക്കും. ഓക്കെ. റൂമുണ്ടോ? ഡബിൾ ഉണ്ട്. എന്താ? ഡബിൾ റൂമാ. 750 പ്ലസ് ടാക്സ് ആവും. ലഹരികളടിയണ തീരം പല പല വഴിയുടെ ലോകം ഇവിടെയൊരിണമിഴി ചിമ്മാതാരയോ തേടുന്നു. മോളെ, ഇന്നിവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. സിറ്റിയിൽ റൂമൊന്നും കിട്ടാൻ സാധ്യതയില്ല. നടക്കുകയാണോ? എനിക്കറിയാവുന്ന ലോഡ്ജ് ഉണ്ട് കുറച്ചപ്പുറത്ത്. 500 താഴെ ആകത്തുള്ളൂ. സുഖമായിട്ട് താമസിക്കാം. പേടിക്കൊന്നും വേണ്ട, ഞാൻ കൊണ്ട് ഞാൻ നാക്കാം. ലൈറ്റായിട്ട് കയറിക്കോ. ലഹരികളടിയണ തീരം പല പല വഴിയുടെ ലോകം ഇവിടെയൊരിണമിഴി ചിമ്മാതാരയോ തേടുന്നുവോ. നിങ്ങൾ എങ്ങോട്ടേ കൊണ്ടുപോകുന്നത്? പൊള്ളുന്നുള്ളിലാകെ ഭീതികളാടിയ തിറയുടെ ചുവടുകളോ ലഹരികളടിയണ തീരം പല പല വഴിയുടെ ലോകം ഇവിടെയൊരിണമിഴി ചിമ്മാതാരയോ തേടുന്നു. പേര്? പ്രിയ. അഡ്രസ് എഴുതിക്കോളൂ. ഇവിടെ ശിവൻചേട്ടാ, ശിവൻചേട്ടാ, ആ കൊച്ചിനെ വിളിച്ചോണ്ട് പോ. ആ ചെല്ലേ, ചെന്നോളൂ. വാ, ഇങ്ങോട്ട് വാ. എന്റെ പുറകെ വല്ല ധൈര്യമായിട്ട് പോരി.
ഒരുപാട് പേര് ഇവിടെ താമസിക്കാനായിട്ട് വരണേ. ഈശോയെ കാത്തിരക്ഷിക്കണേ ഈശോയെ. പിടി. ഏടാ പുണ്യെ, ആ പെണ്ണിന്ന് പേടിച്ച് ചാകൂട്ടാ. ശിവൻ ചേട്ടൻ നീ കൂട്ടിടക്കാനായിട്ട് വരുമോ? പോടാത് പിന്നെ. ഹലോ ഹലോ ഹലോ, ഓർമ്മണ്ട? ആരാ? ഞാൻ ദീപക്. ഇയാൾ ഉച്ചക്കനെ വിളിച്ചായിരുന്നല്ലോ. അപ്പൊ ഞാൻ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. സോറി, റോങ് നമ്പർ. ഹലോ ഹലോ ഹലോ, ഷേ അതൊന്നൊരു പ്രശ്നമല്ല. ഇയാൾ ശരിക്കും ആരാ? ഇനിയിപ്പോ റോങ് നമ്പർ അല്ലെങ്കിലോ? ഹലോ. ആ ഹലോ ഹലോ ഹലോ. പേരെന്താ? പേര് ദീപക്, ദീപക് രവി. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? എൻ്റെ ഈ നമ്പറിലേക്ക് ഒരു 50 രൂപ റീചാർജ് ചെയ്യാവോ? അഡ്രസ് SMS ചെയ്താൽ മതി, ഞാൻ പൈസ അയച്ചു തരാം. ഓ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞത്. ഇതിപ്പോ തന്നെ ചെയ്യാം. താങ്ക് യു. ഹലോ, ഒന്നും തോന്നരുത്. എന്താ വല്ലാതിരിക്കുന്നേ? വീട്ടിലാരുമില്ലേ? അല്ല, ഞാൻ എറണാകുളത്ത് ഒരു ആവശ്യത്തിന് വന്നതാ. രാത്രി ആയതുകൊണ്ട് പുറത്തിറങ്ങാനൊരു മടി. ഫോണിലാണെങ്കിൽ ബാലൻസും ഇല്ല. ഓ, ഇയാൾ റൂമിലല്ലേ? ആ, ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അല്ല, ഏത് ഹോട്ടലാ? മെർലിൻ ലോഡ്ജ്. റീചാർജ് ചെയ്യാം. ഇയാളെ പേരെന്താ? ഓ പ്രിയ. ഓക്കെ പ്രിയ. ഈ സമയത്ത് നീ ഇതെങ്ങോട്ടാ? ഈ ജീവിതത്തിലൊന്നും ഒരു അർത്ഥമില്ലമ്മ. എടാ, അവനെന്താടാ പറഞ്ഞിട്ട് പോയത്?
സൂയിസൈഡ് ചെയ്യാൻ പോകുന്നവര് പറയുന്നൊരു ക്ലീശ ഡയലോഗാ. വാ എനിക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിത്താ. ശരി ശരി, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ആ എന്താപ്പ വലിയ ജോക്ക്? ജീവിതത്തിന് അർത്ഥമില്ലെന്നും പറഞ്ഞ് മോഹൻ ദീപക്ക് വീട് വിട്ട് ഇറങ്ങിപ്പോയെന്ന്. വൈഫിനൊരു ടെൻഷൻ. അല്ല പ്രശ്നം വല്ലതും? എന്ത് പ്രശ്നം? ഞാൻ റെക്കമെൻഡ് ചെയ്ത് വാങ്ങിക്കൊടുത്ത ജോലി ഉഴപ്പി നശിപ്പിച്ചിട്ട് വന്നിരിക്കുക. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് മുങ്ങിയതാ. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തു. നിങ്ങളല്ലേ നിർബന്ധിച്ച് അവനെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വിട്ടത്? അതുകൊണ്ടെന്താ, എഞ്ചിനീയറാണെന്നും പറഞ്ഞ് നടക്കാലോ. എനിക്ക് വയ്യാതാവുമ്പോൾ ഈ ബിസിനസ്സൊക്കെ ഒന്ന് ഏൽപ്പിക്കണം, അത്രേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അമ്മ, എന്താ മോളെ നീ ഇതുവരെ വിളിക്കാതിരുന്നേ? വൈകിട്ട് പോയതാ കറണ്ട്. ഇടിയും മഴയും ആകെ പേടിയാകുന്നു. അമ്മ വാതില് കടച്ചില്ലേ? നിങ്ങൾക്ക് മുറിയൊക്കെ കിട്ടിയോ? നല്ലതാണോ? കിട്ടിയമ്മ, ഞാൻ വെക്കുവാ. ഹലോ ഹലോ പ്രിയ, ഡോറ് തുറന്ന് റീചാർജ് കൂപ്പൺ തരാം. എന്ത്? അല്ല, റീചാർജ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ കൂപ്പൺ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഡോറ് തുറക്ക്. ഇയാളെങ്ങനെ ഇവിടെ വന്നേ? അതൊക്കെ പറയാം. ഇയാൾ വാ തുറക്ക്. ഇല്ല, എനിക്കിത് വേണ്ട. പ്രിയ, ഇയാളുടെ ബ്രദർ എന്ന് പറഞ്ഞാൽ ഞാൻ കയറി പോന്നേ. ഒരു കിളവ് സംശയം നോക്കി പുറകെയുണ്ട്. പ്ലീസ്. റീചാർജ് കൂപ്പൺ. എന്താ ഇതൊക്കെ? കൂപ്പൺ കൂപ്പൺ വാങ്ങിച്ചോളൂ. ഇനി മേലിൽ ഇതുപോലത്തെ കവിതകൾ എഴുതിയാൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ നമ്മളൊന്ന് കാണും. കവിതയ്ക്കൊന്നും പഴയ പോലെ ആസ്വാദകരില്ല. ഈ ഫീൽഡൊന്ന് മാറ്റിപ്പിടിച്ചാലോ? എത്തിക്ക ഉഷ്ണകാലമിത് ശൈത്യജാലകം കടന്ന് തമസിന്റെ പാളികളിളക്കി സ്വപ്നാടനങ്ങൾക്കിടവേളയായി ചിന്താപ്രവാഹത്തിൽ തടയിണകൾ പടുത്ത് മുഴങ്ങിത്തിരിയും പങ്കയുടെ ചുടുകാറ്റിൽ കരിഞ്ഞ് സ്വപ്നങ്ങൾക്ക് തളമണിച്ച് മോഹങ്ങൾക്ക് കുഴിയെടുത്ത്
നിദ്രയ്ക്ക് കടം പറഞ്ഞുമൊരു കഷ്ടകാലം, പാരോളം കുനിഞ്ഞു കേഴുമൊരു തുളസിത്തണ്ടിനുമൊരു ശ്വേതപ്രവാഹവും കുളിരേകിയില്ല, നനവേകിയില്ല. ഘോരമായുയരും കാകരോദനമത് ബലിച്ചോറിനല്ല, മുഖമൊളിപ്പിക്കാനൊരിലത്തണലിനോ വറ്റു നനവിനോ. ഏഴഴകിൽ പൊതിഞ്ഞയുടലിൽ താപപ്രവാഹം, ഉഷ്ണകാലം ഇനി കണക്കെടുപ്പിൻ്റെ ശാപകാലം. കൊടുത്തതൊന്നൊന്നായി തിരികെ വാങ്ങൂ, ഇത് ഭൂമി നീതി. കൊടുത്തതൊന്നൊന്നായി തിരികെ വാങ്ങൂ, ഇത് ഭൂമി നീതി. അതെ, പാട്ട് കഴിഞ്ഞു, റൊമാൻസ് പോയി. വാ. എന്തായാലും പ്രിയ താമസിക്കാൻ കണ്ടത് സ്ഥലം കൊള്ളാം. എൻ്റെയൊക്കെ ഒരു ധാരണ വെച്ച് ഇയാളെ പോലെ നാട്ടുപുറത്തുകാര പെൺകുട്ടി ഇതുപോലെ സെറ്റിൽ തനിച്ചെന്നൊക്കെ പറയുമ്പോൾ ഐ ജസ്റ്റ് കാൻ ബിലീവ് ഇറ്റ്. അതുപോട്ടെ, പ്രിയ ഭക്ഷണം കഴിച്ചില്ലല്ലോ. സാരല്ല. ഞാൻ പോയി വാങ്ങിച്ചോണ്ടിരാം. വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. എന്താ പ്രിയത്, ഞാൻ നിന്നെ സഹായിക്കാൻ വന്നല്ലേ. എന്നിട്ട് വീട് ഇവിടെ അടുത്താ? ഇവിടുന്നൊരു 5 കിലോമീറ്റർ. സമയം 10 ആവാറായില്ലേ? അന്വേഷിക്കില്ലേ വീട്ടില്? അത് പറഞ്ഞു തന്നേ. മൊബൈൽ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇത് വിഷയം വേറെയാ, ഫാമിലി മാറ്റേഴ്സ്. ഈ മറുക് ജനിച്ചപ്പോഴുള്ളതാണോ? അല്ല, നെറ്റിയിലാ മറുകിന്റെ കാര്യം ചോദിച്ചേ. എന്റെ നെറ്റിലൊരു മറകുണ്ട്. ഈ നെറ്റിയിൽ മറകുള്ളവരൊക്കെ ഭാഗ്യവാന്മാരെന്നാ പറയുന്നത്. എന്റെ ഇവിടെ ഒരു മറുകുണ്ട്. പ്രിയക്കാണ് ഇവിടെ മറകുണ്ടോ? റീചാർജ് കൂപ്പൻ്റെയോ? അത് ഞാൻ ചോദിച്ചില്ലല്ലോ. ഏതായാലും ഞാൻ തരേണ്ടതല്ലേ. ദാ, എനിക്ക് കിടക്കണം. അതെ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ. എനിക്കിവിടെ മറുകൊന്നുമില്ല. പ്രിയ വിശ്വസിച്ചോ? മതി പറഞ്ഞത്. ഇറങ്ങി പുറത്ത്. സാധനം മേടിക്കേണ്ടതാണ്. പ്രിയ, ഇത് ഞാനാ. പാചകർക്ക് ഭക്ഷണം കഴിച്ചില്ലല്ലോ. വേണ്ട. കഴിച്ചോ, എന്നെ പേടിക്കുന്നു വേണ്ട.
എന്നോട് ദേഷ്യമാണെന്നറിയാം, പക്ഷെ ഞാൻ എന്നെപ്പറ്റി പറഞ്ഞതെല്ലാം സത്യമാണ്. LLB ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോൾ വിവാഹവും കഴിച്ചിട്ടില്ല. പിന്നെ പ്രായത്തിൻ്റെ കാര്യം രൂപ എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞുമില്ല. ബോധം തെളിയുമ്പോൾ ഒച്ച വെച്ചാലോ എന്ന് വിചാരിച്ചാ കെട്ടിയത്. ക്ഷമിക്കണം, ഇനി ഞാൻ കെട്ടഴിക്കാൻ പോകുക. ദേവി ഇത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. രാത്രിയായി, ഇനി എങ്ങും പോകണ്ട. നമുക്കെന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇവിടെ ഇരിക്കാം. ദീപക് പോകുന്നുണ്ടോ? ഇല്ല, താങ്കളോ? എക്സ്ക്യൂസ് മീ ചേട്ടാ, ചേട്ടോ ഒരു റൂം വേണം, ഒരു റൂം വേണം. നോക്കുന്ന കാണാൻ വയ്യ. ഇതാ റൂമില്ലേ? റൂമല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും അത് എവിടെ കിട്ടി. സിംഗിളോ ഡബിളോ? സിംഗിൾ. പേരെഴുതി ഒപ്പിട്. എന്നാ പേന. പുതിയ ഐറ്റം നോക്കാം. റെഡിയായോ? ഈ മുടിയൊക്കെ ഇങ്ങനെ
എങ്ങനെയാണ് ഇടുന്നേ? ഓ അപ്പോ വാ കയറും. തന്റെ കാലിനെന്താ വാദം പിടിച്ചോ? ഞാൻ ആദ്യമായിട്ടാ ഇതില്. അതെ, താഴെ കുച്ചു പോലെ നിൽക്കുന്ന സാധനമല്ലേ, അത് കാലുവയ്ക്ക്. അത് സ്റ്റാൻഡ് അല്ലേ? അല്ല പ്രിയ, ആ കുന്നും പോലെ തള്ളി നിൽക്കുന്നില്ലേ, അത് വെക്ക്. എന്നിട്ടും ഒരു കാല് ബാക്കി വരുന്നുണ്ടല്ലോ. ഈശ്വര, ബൈക്കിൽ കയറുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും എന്തെങ്കിലുണ്ടോ? തന്നെ കാലെടുത്ത് എന്റെ തലയെ വെച്ചോ. എടാവേ, ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും ഒരുമിച്ച് ഒരു മുറിയിൽ കഴിയുക. ചെറുപ്പക്കാരൻ കസേര കുത്തിയിരുന്നുറങ്ങുക, ചെറുപ്പക്കാരത്തിയാണെങ്കിൽ തറയിൽ തുണി വിരിച്ചു കിടന്നുറങ്ങുക. എന്തായിരിക്കും അതിന്റെ കാര്യം? ഇടോ, ആ ബെഡ് മുഴുവൻ മൂട്ടയായിരിക്കും. താൻ കുറച്ച് മരുന്ന് സ്പ്രേ ചെയ്യും. എഴുന്നേറ്റ് പോ. എണ്ണയും തെച്ചൊന്ന് നടക്കുക. ഓടോ എഴുന്നേറ്റ്. എന്നാലും ഒരുപാട് പ്രതീക്ഷിച്ചത്. അയ്യടാ, ബെഡ് മൂട്ട. പ്രിയ, ഞാൻ വരണോ? വേണ്ട, ഞാൻ പോയിക്കോളാം. എന്തെങ്കിലും ആവശ്യം വിളിക്കണം. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോകും. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഓക്കെ, ബൈ. ഓക്കെ. എവിടെയായിരുന്നു മോനെ ഇതുവരെ? ഫോണ് പോലും ഓഫാക്കി വെച്ചിട്ട് നീ വരാഞ്ഞിട്ട് കടയിൽ പോലും പോകാതിരിക്കായിരുന്നു പപ്പ. ജോലി പോയ വിഷമാണ് അവിടെ. പോട്ടടാ, നമുക്ക് വേറെ ജോലി നോക്കാം. ശരി പപ്പ. ആരാ ദീപക്കിനോട് പറഞ്ഞേ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുമെന്ന്? അല്ല സർ, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തേ ഉള്ളൂ. അത് പോട്ടെ, എന്താ സബ്ജക്റ്റ്? സർ, ഞാൻ ഈ സ്റ്റോറി ഒന്ന് പറയാം സർ. കഥയോ? ഷോലെ, എടാ ഷോലെ. മോനെ, ഇതൊരു ഷോർട്ട് ഫിലിം ഡയറക്ടറാ. ഒരു കഥ പറയാൻ വന്നതാ. എന്താ കഥ? ഈ ഷോർട്ട് ഫിലിമിന്റെ പേര് മണ്ണും ചാരി നിന്നവർ. ഏപ്പടവാ പുള്ളിക്കാരൻ കഥ പറയട്ടെ. ഇതൊരു പെൺകുട്ടിയുടെ മാത്രം കഥയല്ല, മണ്ണും ചാരി എന്ന രണ്ടുപേരുടെയും മതിലും ചാരി എന്ന രണ്ടുപേരുടെയും കൂടെ കഥയാണ്.
അതുകൊണ്ട് നിൽക്കുന്നു. എടാ ഇത് മാത്രമേ ഉള്ളൂടാ, മറ്റേത് കാണാനില്ല. ഇല്ലേ? നീ അവിടെ നോക്കിയേ. ആരെടുത്തോണ്ട് പോയത്? നല്ല മൂഡിൽ വന്നു. അത് മാത്രം എടുത്തോണ്ട് പോയിട്ട് അവന്മാർക്ക് എന്ത് കാട്ടാനാ? ഇവിടെ ഇല്ലാതെ പിന്നെ ഇത് എവിടെ പോവാനാ? എന്നാ ഇത് വെച്ചോ. ഇത് മാത്രം ഇട്ട് ഞാൻ എന്തിനാ? അവന്മാരെന്തോ എടുത്തോണ്ട് പോയിണ്ടാവുക. കുപ്പിയായിരിക്കുമോ? അപ്പൊ കവറിലോ? അച്ചാറായിരിക്കും. നീ വന്നേ. എങ്ങോട്ട്? വാ വാ. എങ്ങോട്ടാ നീ പോണേ? വാടാ. ഡാ അതിലൊരുത്തനെ വീടിന്റെ മട്ടുപ്പാവില് കഞ്ചാവ് കൃഷി നടത്തിയവനാ. മട്ടുപ്ലാവും? എടാ ടെറസ്. ഓ ഈ കഞ്ചാവ് കൃഷി നടത്തുന്ന കാര്യം വീട്ടുകാർക്കറിയോ? വീട്ടുകാരെന്തോ മരുന്നാന്ന് പറഞ്ഞ് മയക്കുമരുന്നാന്ന് പറഞ്ഞപ്പോ അവര് മയങ്ങിപ്പോയി. ഇപ്പൊ അവന്മാർ കഞ്ചാവായിരിക്കുമോ? ആ എനിക്കറിയില്ല. മോനെ സംഗതി പ്രശ്നാണല്ലോ. ഓടിയാലോ? എന്തിന്? നീ വാ. സാക്ഷി പറയാനൊന്നും എനിക്ക് പറ്റത്തില്ല. എടാ നീ വാ, നമുക്ക് പോയിട്ടൊരു വിഹക വീക്ഷണം നടത്താം. എന്തോന്ന്? എടാ മതിലിന്റെ മേലെ കൂടെ ഒളിഞ്ഞു നോക്കാന്ന്. നീ വന്നേ. നമ്മളിങ്ങനെ ഒന്നും അറിയാത്ത പോലെ നിൽക്കണേ ശരിയല്ല. പാവാടല്ലേ? വെറുതായി. ചെസ് ഇത്രയും വലിയ കളിയാന്ന് അറിഞ്ഞില്ല മച്ചു. സത്യം. പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് കാര്യമില്ല എന്ന് തിരിച്ചറിവോടെ ചാരി നിൽക്കാനുള്ള പുതുമതിലുകൾ തേടി നിശബ്ദമായി അവരുടെ പ്രയാണം തുടർന്നു. സർ, എങ്ങനെയുണ്ട്? ഈ ഷോർട്ട് ഫിലിം ഷോലെ ചെയ്യും. താങ്ക് യു സർ. സോറി പ്രിയ. പ്രിയ പ്രിയ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. പ്രിയ ഞാനൊന്ന് പറയട്ടെ. ഒരബദ്ധം പറ്റിപ്പോയതാ, നീ എന്നോട് ക്ഷമിക്ക്. ഞാനൊരു ദിവസം കൂടെ ഇവിടെ നിൽക്കാം. നാളെയല്ലേ ആറാം വരൂ. പ്രിയ, സംബന്ധക്കാരൊക്കെ എന്തിയേ? ആ വൃത്തികെട്ടവനെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കരുത് പ്ലീസ്. നീ വാ, ഞാൻ റൂം എടുത്തിട്ടുണ്ട്. അവിടെ ശല്യപ്പെടുത്താൻ ആരും വരില്ല. എനിക്ക് കമ്പനി തരാനെന്നും പറഞ്ഞ് നീ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ? ഇനി ബസ് സ്റ്റാൻഡിൽ കടന്ന് നേരം വെളുപ്പിക്കേണ്ടി വന്നാലും നിന്നെ ഞാൻ വിശ്വസിക്കില്ല. എന്നെ വിട്ടേക്ക്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഒരു ദിവസം നിന്നെ തനിച്ചാക്കിയെന്ന് പറഞ്ഞല്ലേ നീ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നേ. ഇന്നലത്തെ ദിവസം എനിക്ക് എന്താ സംഭവിച്ചെന്ന് നീ അന്വേഷിച്ചോ? സൗകര്യം ഉണ്ടെങ്കിൽ വാ. ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ മുറി രാത്രി മുഴുവൻ നീ ഒറ്റയ്ക്ക്, അതും ഒരു ലോഡ്ജില്. ഒന്ന് പോടാ അവിടുന്ന്, ചുമ്മാ പുളു അടിക്കാതെ. ജോലി പോയ വിഷമത്തിൽ നീ കഞ്ചാവ് അടിച്ചു കാണാം. കഞ്ചാവ് ഒന്നും അടിച്ചില്ലളിയാ, ഇതിനൊക്കെ ഒരു യോഗം വേണം. യോഗം. ആരാ? അവളാ. ഹലോ. ആ പ്രിയ, അത് ഫ്രീ ആണ്. ഓക്കെ, ഞാൻ വരാം. ഓക്കെ പ്രിയ. നിക്ക്, അവൾ എന്താ പറഞ്ഞേ? പ്രിയക്ക് നാളെ പോകാൻ പറ്റുമെന്ന്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഫ്രീ ആണ്. സഫിയ കോംപ്ലക്സ് വരെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോന്നാ ചോദിച്ചേ. അവിടെ എന്തായിരിക്കും അവിടെ? വല്ല കമ്മലോ പൊട്ടോ വാങ്ങിച്ചു കൊടുക്കാനായിരിക്കും. ഓ, പൊട്ടെങ്കി പൊട്ട്. ഞാൻ പോട്ടെ. ഓ പോട ചെക്കാണ്. അല്ല എടാ, ഞാനും കൂടെ വരണോ? വേണ്ട. ഓ എന്ത് ഭംഗി നിന്നെ
കാണാൻ എൻ്റെ ഓമലാളി. ഹലോ ഹലോ, ജീവനല്ലേ? ആരാ ഇത്? എന്റെ ശബ്ദം കേട്ടിട്ട് നിനക്ക് മനസ്സിലായില്ല അല്ലേ? ആരാ ഇത്? ചൂടാവല്ലേ ജീവ, ഫേസ്ബുക്കിൽ നീ എത്ര സ്വീറ്റാ. അല്ല, മനസ്സിലാകാഞ്ഞിട്ടാ. ഞാൻ അനുജയാ. അനു, നീയും എവിടുന്ന എന്റെ നമ്പർ കിട്ടി? എത്ര വേഗ നീ എല്ലാം മറന്നേ. നമ്മൾ ചാറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ നീ എനിക്ക് നമ്പർ മെസ്സേജ് ചെയ്തത് മറന്നുപോയോ? വിളിക്കണമെന്ന് പറഞ്ഞ. പിന്നെ ഇന്നലെ നിന്നെ ഫേസ്ബുക്കിൽ കണ്ടില്ല, ഇന്ന് രാവിലെ കണ്ടില്ല. നിനക്ക് ത്രില്ലടിക്കുന്ന ഒരു കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. എന്താ അനു? ഞാൻ അടുത്ത ആഴ്ച കൊച്ചിക്ക് വരുന്നുണ്ട്. നമുക്ക് കാണണ്ടേ? പിന്നെ കാണണ്ടേ? എത്ര കാലമായിട്ട് നീ എന്നെ കൊച്ചിക്ക് വിളിക്കുന്നു. ഇപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞപ്പോ നിനക്ക് എന്തോ ഒരു സന്തോഷമില്ലാത്ത പോലെ. എന്ന് വെച്ചാ നീ എന്നെ കാണണ്ട മോളെ, അതാ നല്ലത്. എന്താടാ, നീ കാര്യം പറ. നിനക്കെന്നെ കണ്ടാൽ ഇഷ്ടപ്പെടില്ല. കാഴ്ചയിൽ എന്തിരിക്കുന്നു? ആര് പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടപ്പെടില്ല എന്ന്? അതൊക്കെ പറച്ചിലേ ഉള്ളൂ. നീ വിചാരിക്കുന്ന പോലെ അത്ര കൊച്ചു പയ്യനൊന്നും അല്ല ഞാൻ. ആര് വിചാരിച്ചു നീ പയ്യനാണെന്ന്? ഞാൻ പയ്യനല്ല എന്ന് തോന്നാൻ കാര്യം? നിനക്ക് സച്ചിനേക്കാൾ ഇഷ്ടം ഗവാസ്കറയാണെന്ന് പറഞ്ഞിട്ടില്ലേ? അന്നേ എനിക്ക് തോന്നിയതാ. നിനക്കാരെയാ ഇഷ്ടം, സച്ചിനെയാണോ ഗവാസ്കറയാണോ? എനിക്കിഷ്ടം വിവിയൻ റിച്ചാർഡ്സിനെയാ. എന്റെ വിവിയൻ റിച്ചാർഡ്സ് ആ നീ. അനുക്കുട്ടി എന്നാ വരൂന്ന് പറഞ്ഞേ? ഈ ആഴ്ച ആയിക്കൂടെ? കള്ളൻ, ഒരാഴ്ച വെയിറ്റ് ചെയ്യ് നീ. പിന്നെ വൈകുന്നേരം ഫേസ്ബുക്കിൽ വരണോട്ടോ. 7 മണിക്ക്. ഓക്കെ ഓക്കെ. ഹലോ, തിരികെ പോയില്ലേ? ഇല്ല. എന്തിനാ വിളിച്ചത്? ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാനായിരിക്കും. അത് മാത്രല്ല, എനിക്കൊന്ന് കാണണം. വേണ്ട വേണ്ട, പേടിക്കണ്ട, എനിക്കൊന്ന് കാണണം. എവിടെയാ? എനിക്കറിയാം. ഓ, ദാറ്റ്സ് എ കോംപ്ലിമെന്റ്. അല്ല, എന്താ ഈ സഫിയ കോംപ്ലക്സ് എന്താ? ചോദിച്ച് ബോറാക്കണ്ട. നമുക്ക് പോവാം. പ്രിയ, ഇവിടെ നല്ല റെസ്റ്റോറൻ്റ് ഒന്നും കാണുന്നില്ല. നമുക്ക് സഫിയ കോംപ്ലക്സ് പോയി നോക്കാം. ഓക്കെ, വാ.
സോറി. സോറി പറയേണ്ടത് ഞാനല്ലേ? ഇന്നലെ ബോധം തെളിഞ്ഞപ്പോൾ ചുറ്റിലും ആൾക്കാരൊക്കെ കൂടിയിരുന്നു. ലോ പ്രഷറാന്നും പറഞ്ഞ് പിന്നെ എന്നെ കൊണ്ട് ഉപ്പൊക്കെ തീറ്റിച്ചു. ജീവനെ കണ്ട് നേരിട്ടൊരു സോറി പറയാനാണ് ഞാൻ വന്നത്. ജീവനല്ല, എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. ചില ജാതക പ്രശ്നം കാരണം സമയത്ത് വിവാഹം നടന്നില്ല. ശരീരത്തിനേ പ്രായമായുള്ളൂ. നിങ്ങളെപ്പോലുള്ളവരോട് ഇടപെടുമ്പം ഞാനും എങ്ങാന്നൊരു തോന്നൽ. നമുക്കിനിയും ഫേസ്ബുക്കിൽ വെച്ച് കാണാം. എന്നിട്ടോ? ദൂരങ്ങളിലിരുന്നാണെങ്കിലും നമുക്കിനിയും. എന്നിട്ട് അതൊക്കെ അപ്പൊ തീരുമാനിക്കാം. ഞാനിപ്പോ പോവാ. ശരി. അത് വേണോ ഗോപാലകൃഷ്ണ? വാ. എന്തുപറ്റി? ഫോൺ നോക്കണോ? വാ. ചേട്ടാ, പുതിയ മോഡൽ ഏതാണല്ലേ? പുതിയത് ഇതാ ലേറ്റസ്റ്റ് വന്നത്. ഇച്ചിരി കോസ്റ്റ്ലിയാ. എന്തുപറ്റി? നോക്കണ്ടേ? ചേട്ടാ ഞാൻ വരാം. ഓക്കെ ഓക്കെ ഏട്ടാ. ഞാൻ അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. വാ. എടുക്ക്. കഴിക്ക് പ്രിയ, കഴിക്ക്. പ്രിയ, ആരാത്? വിനയ്. വിനയ്? 2 വർഷം മുമ്പ്. അനന്തേട്ടനായിരുന്നു. ഇതാരാ? എന്റെ അനന്തരവനായിട്ട് വരും. അങ്ങ് എറണാകുളത്താ. ഇങ്ങനെ നാടും നാട്ടുമ്പുറമൊക്കെ കാണാൻ വേണ്ടി വന്നതാ. ഞങ്ങളുടെ അവിടെ കേബിൾ ടി വി ഒന്നും ഇല്ലല്ലോ. ഇവനോട് ടി വിയിൽ എന്തോ കാണാമെന്ന് പറഞ്ഞപ്പോ കൊണ്ടുവന്നാ. എന്താ ഇയാളുടെ പേര്? വിനയ്. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ സെമസ്റ്റർ ബ്രേക്കാ. വാ, കേറി വാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, പശുവിനെ കുളിപ്പിക്കാനുണ്ട്. ഇരിക്ക്. ഞാൻ ആ മുറിയൊന്ന് അടിക്കാൻ തുടങ്ങിയായിരുന്നു. ഇനിയപ്പം പോയിട്ടടിക്കാം. കുടിക്കാൻ വല്ലതും കൊടുക്കണോ? പരിചരിക്കാൻ പോയാ എല്ലാ ദിവസവും ഇങ്ങ് പോരും. TV കാണാൻ.
ഒന്ന് പോടി. ഇത്തിരി ചായ കേട്ടോ. ചേട്ടോ. ആ പിന്നെ എന്തുണ്ട്? വീട്ടിൽ ചെന്നപ്പോ ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പണിക്കാരെ കിട്ടാനില്ല. കുറേ ദിവസമായിട്ട് ഒരുത്തിന്റെ പുറകെ നടക്കുക. എന്നാ ഇങ്ങനെ ഞാൻ കളിക്കാം. വേണ്ട വേണ്ട, ഇതിനൊക്കെ ഒരു പരിചയം വേണം. ചേട്ടൻ കുറച്ചേരം ഇരിക്ക്, ഞാനും കൂടെ അറിയട്ടെ ഇതിന്റെ സുഖം എന്താന്ന്. എന്നാ സുഖിക്ക്. മാറി. ഇങ്ങനല്ലേ? എന്നോടാണോ ചോദിക്കുന്നത്? അല്ല, സിമ്പിൾ കാര്യം. ഇതൊക്കെ നമുക്ക് നിസ്സാരമായ കാര്യമുള്ളൂ. പക്ഷെ കാത്തപ്പ മണ്ണിന് നോക്കൊന്നുമില്ല, കളച്ചോ. അതൊക്കെ ശരിയായി തരാം. ഒരു കാര്യമുണ്ട്, മണ്ണറിയാതെ വേണം അതൊക്കെ ചെയ്യാൻ. എങ്ങനെയുണ്ട് എന്റെ ചായ? ഇതിലും ഭേദപ്പെട്ട ചായ കിട്ടുന്നവരെ ഇതൊക്കെ വേണ്ട, കുടിക്കണ്ട. നീ തന്നേക്ക്. വേണ്ട, വേണ്ട, കുടിക്കണ്ട. അങ്ങോട്ട് കൊടുക്കണേ. എല്ലാവർക്കും വലിയ ഇഷ്ടായിരുന്നു. പുള്ളി എന്താ ഇവിടെ? ഇവിടെ ഏതോ ഷോപ്പിൽ വന്നാത്രേ. പ്രിയ എവിടെ സ്റ്റേ? അത് എന്റെ നാട്ടുകാരി രൂപയില്ലേ, അവളുടെ കൂടെ ഞാനൊരു റൂം എടുത്തു. നാട്ടുകാരി തന്നെ നടുറോട്ടിലേക്ക് സൂഹിക്കാൻ പോളോ? അതിൽ അവക്ക് വലിയ വിഷമമുണ്ട്. എന്തായാലും അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യം തനിക്കിപ്പോ ഇല്ല. തന്നെ എന്നോട് വാ. വാ പ്രിയ, വാ. എങ്ങോട്ടാ ദീപക്? അതൊക്കെ പറയാടോ. വാ, അന്ന് വണ്ടി കയറി. പപ്പ, ഇത് പ്രിയ. പപ്പ ഇങ്ങ് വന്നേ. എന്താ? അതാരാ? അതെ, ഞാൻ പറയുന്ന രണ്ടുപേരും ശാന്തം കേൾക്കണം. ദേഷ്യപ്പെട്ടത്. എടാ, നീ അവളെ എങ്ങനെ കെട്ടിക്കൊണ്ടുവന്നതാണോ? എന്റെ പപ്പ. പിന്നെ എന്താടാ? പപ്പ, അതൊന്ന് കണ്ണൂർ വന്ന കൊച്ചാ. കൂടെ ആരുമില്ല. അപ്പൊ ഇന്നിവിടെ താമസിച്ചിട്ട് നാളെ പൊക്കോളാം ഞാൻ പറഞ്ഞു. ഏത് കുഴപ്പമില്ല നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? പറ, നിന്റെ ആരാ അവള്? എന്റെ ആരുമില്ല, ഞാൻ ഇന്നലെ പരിചയപ്പെട്ടതാ. നിനക്കെന്താ വട്ട് പിടിച്ചോ? നീ എന്ത് ധൈര്യത്തിൽ ഇന്നലെ പരിചയപ്പെട്ട ഒരു പെണ്ണിനെ ബൈക്ക് കയറ്റി ഇവിടെ കൊണ്ടുവന്നേ? ഇത്രയും പറയാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല പപ്പ. ശരി, എന്താണെന്ന് എനിക്കറിയാം. പ്രിയ വന്നേ, ഞാൻ ഹോട്ടലിൽ കൊണ്ടേക്കാം. പ്രിയ, ഇയാൾക്ക് വിനയ ഇഷ്ടമായിരുന്നോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? വിനയോട് സംസാരിക്കുമ്പോൾ പ്രിയയുടെ മൊത്തം ആദ്യമായിട്ട് ഞാനൊരു ഹാപ്പിനെസ് കണ്ടു. ചാച്ചനുള്ളപ്പോഴുള്ള പരിചയം, അന്നത്തെ ഓർമ്മകളൊക്കെയും സന്തോഷമുള്ളതാ. ഐ ലൈക്ക് യുവർ ഇന്നസെൻസ് പ്രിയ. വാ ദീപക്, ഇരിക്കെ. രൂപ, ഇതാ ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞ ദീപക്. എനിക്ക് തോന്നി. അതെ, രാത്രി ഇനി വേറെ വരാനല്ലോ അല്ലേ? അല്ല, ഉണ്ടെങ്കിൽ പറയണം. പ്രിയക്ക് വേറെ താമസം അറേഞ്ച് ചെയ്യുന്നു. പ്രിയ, ഭക്ഷണം കഴിക്കണ്ടേ? അത് ഞങ്ങൾ കഴിച്ചോളാം ദീപക്. ഓ, അപ്പോ ഞാൻ പോണമെന്നല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഏയ്, കുഴപ്പമില്ല. അതെ, നാളെ പോകുമ്പോൾ വിളിക്കണം. വിളിക്കാം. ശരി, ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. അവന് നിന്നെ ഇഷ്ടാടി. നീ നാളെ അത് കേൾക്കാൻ തയ്യാറായിരുന്നോ? എന്നെ ഇഷ്ടപ്പെടാൻ എനിക്കെന്താ? ഐ തിങ്ക് ഹീസ് ആൻ ഐഡിയൽ പേഴ്സൺ ഫോർ യു. എനിവേ, ലെറ്റ്സ് സീ. നിനക്കവൻ പറഞ്ഞത് വിഷമായോ? ആദ്യമായിട്ടാ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് വിഷമമൊന്നുമില്ല. ചിലപ്പോൾ ഞാനത് ഡിസേർവ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനൊരു വിചാരം ഉണ്ടല്ലേ? അത് വലിയ കാര്യം. ശരി,
ഞാൻ കുളിച്ചിട്ട് വരാം. എന്താ ഒരു ആലോചന? ആ പെൺകുട്ടിയുടെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല. മോന്റെ പ്രശ്നവും അത് തന്നെ ആയിരിക്കോ? എന്താടാ കുറെ നേരമായല്ലോ. ഇന്ന് ഞാൻ പ്രിയെ കണ്ടു. പ്രിയ? സാനിച്ചേട്ടൻ്റെ മോള് സഫിയ കോംപ്ലക്സിൽ വന്നു. എന്തിന്? ആ, അപ്പം മരിച്ച സ്ഥലമല്ലേ. നിനക്കവിടെ ഇന്റർനെറ്റ് കഫേ ഉള്ള കാര്യം കക്ഷിക്കറിയാവോ? ഞാൻ പറഞ്ഞില്ല. പാവം, കഷ്ടം തോന്നിയടാ. ഇപ്പൊ വരാം. വിനയ്, വിനയ്, നമ്മളെന്നാ വിളിക്കുന്നത്? നീ വണ്ടി എടു, അയാൾ അടച്ചിട്ടു. ഇപ്പൊ തന്നെ ലേറ്റായി. ഇവിടുന്ന് മൊബൈൽ കാണാനില്ല. അയ്യോ, താനെ കളയാൻ നോക്കിയോ? മൊബൈൽ എന്ത് ചെയ്യുന്നു? എന്റെ കടയിൽ നിന്ന് മൊബൈൽ എവിടെ നിന്നാ? ഞാനത് അവിടെ തന്നെ വെച്ചിരുന്നല്ലോ. 25,000 മൊബൈലാ. ആ, ഞാൻ എടുത്തിട്ടില്ല, ഞാൻ അവിടെ വെച്ചു. കള്ളം പറയരുത്. അതെടുത്തോണ്ടല്ലേ ഞാൻ പുറത്തോട്ട് പോയത്. മര്യാദക്ക് സംസാരിക്കണം. എന്റെ ഫോൺ മോഷ്ടിച്ചോണ്ട് പോയി. ഫോൺ മോഷ്ടിക്കലല്ല എന്റെ ജോലി. പിന്നെ എന്താണ് എന്റെ ജോലി? അതാണ് ആർക്കാ കൈമാറിയെന്ന് സൂക്ഷിച്ച് സംസാരിക്കണം. ഇവന്റെ ഫോൺ മോഷ്ടിച്ചു. ഇയാൾക്ക് ഭ്രാന്തുണ്ട്. ഞാൻ എടുത്തിട്ടില്ല. അടിക്കുടിക്ക്. മറിയ മറിയ, എന്താ ഇവിടെ? സിറാജ്, ഇതെന്താ സംഭവം? മൊബൈൽ മോഷണം. നാട്ടുകാർ വിടുവോ? കാറ്റ് പോയെന്നോ തോന്നണേ. ഇയാള് മോഷ്ടിച്ചെന്നോ? കണ്ടാ തോന്നുവോ? ആരെ വിളിക്കാണെന്ന മട്ടില് മൊബൈലും കൊണ്ട് ഒറ്റ പോക്ക. സാധനങ്ങളായവർക്ക് കൈമാറി. 25,000 ഫോണാ. എടാ, ഇയാള് മോഷ്ടിക്കില്ല. എനിക്ക് ഇയാളെ കണ്ണൂർ വെച്ച് അറിയാവുന്ന. നിന്നെ അയാൾക്കറിയാവോ? പിന്നല്ലാതെ, ഇയാളുടെ വീട്ടിൽ സ്ഥിരം ഞാൻ പോകുന്നല്ലായിരുന്നോ? എടാ, മുമ്പേ ബൈക്ക് എടുത്തപ്പോ ഇയാളാ വിളിച്ചത്. നിന്നെ തന്നെയാ വിളിച്ചത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു. എന്റെ ദൈവമേ, കഷ്ടമായല്ലോ. എടാ, നീ വാ. എങ്ങോട്ടാ നീ? എടാ, ഒരു കള്ളനെ പോലെ അയാൾ ഇവിടെ കിടക്കുന്ന കണ്ടിട്ട് വാ, നമുക്ക് എന്താ സംഭവിച്ചെന്ന് പറയാം. നീ പറയുന്ന കാര്യങ്ങൾ പോലീസിനോടും ചാനലിനോടും പറയേണ്ടി വരും. 2 മാസം അയാളുടെ നാട്ടിൽ പോയി താമസിച്ച് എന്തിനാണെന്ന് പോലീസ് അന്വേഷിച്ചാൽ പഴയ ഡ്രഗ് സംഘം പൊങ്ങി വരും. എല്ലാം തണുത്ത് വരുന്നതേ ഉള്ളൂ. വാ. പ്രിയയുടെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ലടാ. പാവം, അപ്പൻ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് പറയാൻ കഷ്ടപ്പെടുകയായിരുന്നു.
നല്ലത് വരുത്തണമെന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇനിയിപ്പോൾ എന്തടാ? നല്ലതിന് എന്ത് വരാൻ? സി പ്രിയ, ഒരിക്കലടച്ച ഫീസ് 2 വർഷം കഴിഞ്ഞ് ആരും റീഫണ്ട് ചെയ്യാറില്ല. എനിവേ, ടേക്ക് ദിസ്. പിന്നെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ആനിമേഷനിൽ താല്പര്യം ഉണ്ടെങ്കിൽ പറയണം. ഹോസ്റ്റൽ ഫെസിലിറ്റി കാര്യം പ്രത്യേകം പറയണം. ഓക്കെ? പറയാം സർ. അധികം ആലോചിക്കാനൊന്നുമില്ല. എനിക്കവളെ വേണം. പ്രിയക്ക നല്ലൊരു പെണ്ണിനെ ഞാൻ ഇതിൽ പരിചയപ്പെട്ടിട്ടില്ല. ഏതായാലും ഞാൻ ആ പെണ്ണെ പരിചയപ്പെടാതിരുന്ന നന്നായി. നിന്റെ ഭാഗ്യം. പ്രിയ ഇതുവരെ വിളിച്ചില്ലല്ലോ. പോകും മുമ്പ് എനിക്ക് അത് പറയാനുണ്ട്. ഓട്ടോ എങ്ങോട്ടാ? നോർത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോണം. കേറ്. ദീപകല്ലേ? നീ അവനോട് ചെയ്യുന്ന ഒട്ടും ശരിയല്ല. നമുക്കവനെ കണ്ടിട്ട് പോയാൽ മതിയായിരുന്നു. ഇഷ്ടം കൊണ്ടല്ലേ നിന്നെ വിളിച്ചോണ്ടിരിക്കുന്നേ? അങ്ങനെയാണെങ്കിൽ തന്നെ ആ ഇഷ്ടത്തിന് എത്ര ആയുസുണ്ട്? ഞാൻ ആരാണെന്ന് അറിയുന്നത് വരെ അല്ലേ പ്രിയ? എടുക്കുന്നില്ലടാ. ചിലപ്പോൾ കുളിക്കായിരിക്കും. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ഇന്നലെ നീ എന്നോട് പറഞ്ഞ വിനയില്ലേ, അവനും പ്രിയയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാ? അല്ല, നിനക്കെന്താ തോന്നി? നീ എന്താ ഉദ്ദേശിച്ചേ? അല്ല, ഇപ്പോഴത്തെ കാലം വേണ്ടൊന്നും പറയാൻ പറ്റില്ല. നീ ഒന്നും പറയണ്ട. എന്നാല് ഇപ്പൊ ഞാൻ പറഞ്ഞ തെറ്റ്. ഒരു വിരഹ ബ്ലോഗ് എഴുതാം. എനിക്കതൊക്കെ പറ്റൂ. ചേട്ടാ, പേര് മാറിയൊന്നുമില്ലല്ലോ? നോ സാർ, അവർ 12:30 വെക്കേറ്റ് ചെയ്തു. ശരി. പക്ഷെ അവനെ നീ കണ്ടിട്ട് പോന്നാ മതിയായിരുന്നു. കണ്ടിട്ട് എന്തിനാ അമ്മേ? ഒത്തിരി നാൾ കൂടിയാ ഒരാള് സ്നേഹത്തോടെ പെരുമാറിയത്. ആ മുഖം മാറുന്ന കാണണ്ടെന്ന് ഞാൻ വിചാരിച്ചു. കേട്ടിടത്തോളം ആ പയ്യനൊരു നല്ല ആളായിട്ട് തോന്നി. നല്ല ആൾക്കാർക്ക് നമ്മളെ എന്തിനാ അമ്മേ? നമുക്ക് നമ്മൾ മാത്രം മതി. എത്ര ദേഷ്യം വന്നാലും അമ്മ ഒരിക്കലും എന്നെ ഒരു കള്ളന്റെ മോളെന്ന് വിളിക്കില്ലല്ലോ. ചില യാഥാർത്ഥ്യങ്ങൾ കള്ളന്മാരെ പോലെയാണ്. പിടിക്കപ്പെടുന്നതുവരെ മാത്രം പൊയ്മുഖം നഷ്ടമാകാത്ത പല കള്ളന്മാരെ പോലെ. സാറേ, ഇവന് പറ്റാത്തൊരു മൊബൈൽ എൻ്റെ കയ്യിലുണ്ട്.
ഏതാടാ ഈ ഫോൺ? എന്റെയാ സാറേ. ഇപ്പൊ വരാം. ഹലോ, ഹലോ. ആ ഞാൻ വീട്ടിൽ. പ്രിയയുടെ ഓക്കെ ഓക്കെ ശരി. എറണാകുളത്ത് 2 വർഷം മുൻപ് മൊബൈൽ മോഷണം ആരോപിക്കപ്പെട്ട് അതിദാരുണമായി കൊല്ലപ്പെട്ട സാനു നിരപരാധിയാണെന്ന് പോലീസ് കണ്ടെത്തി. അന്നത്തെ യഥാർത്ഥ പ്രതി യാദൃശ്ചികമായി അറസ്റ്റിലായതോടെയാണ് ഇത്. വൈകിയാണെങ്കിലും സത്യം പുറത്തു വന്നതിന്റെ ആശ്വാസത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മേരിയും മകൾ പ്രിയയും. ആവോളം സഹിച്ചു. ഇനിയെങ്കിലും കുറച്ച് മനസ്സമാധാനം വേണം പ്ലീസ്. ഓരോ തവണ ഈ ഫോട്ടോയെ നോക്കി കടന്നു പോകുമ്പോഴും ചാച്ചൻ എന്തോ പറയാനുള്ള പോലെ തോന്നുമായിരുന്നു. ഇത്രയും വലിയ രഹസ്യമായിരുന്നല്ലോ ആ പുഞ്ചിരിക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ഒടുവിൽ സത്യം ജയിച്ചല്ലോ. ഞങ്ങൾക്കറിയാമായിരുന്നു ഇതിങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. ചേച്ചി ഒന്ന് പുറത്തേക്ക് വരുമോ? 2 മിനിറ്റ് സംസാരിക്കാനാ. ഇല്ല, ഒന്നും പറയാനില്ല. മൊബൈൽ മോഷണത്തിനിടെ കൊല്ലപ്പെട്ട സാനുവെന്ന് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ എത്ര തവണ പറഞ്ഞു നിങ്ങളുടെ ചാനലില്? ഇനി എന്താ പറയാനുള്ള നിങ്ങളുടെ ചാനലിന്? അമ്മ ദീപക. ഹലോ ദീപക്, വിളിച്ചിരുന്നല്ലേ? ആ പ്രിയ, TV കണ്ടു. ഇത്ര വലിയൊരു അഗ്നിപർവ്വതം മനസ്സിൽ പുകയുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല പ്രിയ. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഏതായാലും സന്തോഷമായില്ല ഇപ്പോ? സന്തോഷമല്ല, ആശ്വാസമായി. അല്ല, എന്താണ് വലിയ ഒച്ചപ്പാടൊക്കെ? നാട്ടുകാരുടെ ആഘോഷം പുറത്ത് നടക്കുക. ഓ ശരി, എന്നാ പോയി ജോയിൻ ചെയ്തോളൂ. ഞാൻ പിന്നെ വിളിക്കാം. എന്താഘോഷം? ഇന്നലെ വരെ മുറ്റത്ത് നോക്കി പുച്ഛത്തോടെ പോയിരുന്നവരല്ലേ. പിന്നെ ദീപകിനോട് ഒത്തിരി നന്ദിയുണ്ട്. എന്തിന്? എന്നുവെച്ചാ എന്തിനൊക്കെയോ. ഓ, അത്രയ്ക്ക് നന്ദിയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, ചിലതൊക്കെ പറയാനുണ്ട് എനിക്ക്. എനിക്കറിയാം, അത് കേൾക്കാനുള്ള മൂഡിലെത്താൻ എനിക്ക് കുറച്ച് സമയം വേണം. ഇപ്പോ ചാച്ചൻ മാത്രമേ മനസ്സിലുള്ളൂ. ഇപ്പൊ എനിക്കും ആശ്വാസമായി. സമയമെടുത്തോളൂ, ഞാൻ കാത്തിരിക്കാം. താങ്ക് യു. ഓക്കെ. ഹലോ പപ്പ, നമുക്കൊരു ജോലി കണ്ടുപിടിക്കണ്ടടാ. പിടിക്കല്ലേ? ആ, പ്രിയക്ക് ചെലവിന് കൊടുക്കണ്ടേ? കൊടുക്കണോ? നീ കൊടുക്കടാ. കുറെ നേരമായല്ലോ നിൽക്കുന്നു. സ്വാമിക്ക് എവിടെയാണോ പോകേണ്ടത്? കാശിക്ക്. കാശിക്ക്? കാശിക്ക് ഇവിടുന്ന് നേരിട്ട് ബസ്സൊന്നും ഇല്ലല്ലോ. അറിയാം, ഈ യാത്രയാ എനിക്കിഷ്ടം. എന്താണാവോ യാത്രോദ്ദേശം?
ഈ ലാപ്ടോപ്പ് ഗംഗയിൽ ഒഴുക്കണം. പിന്നെ എല്ലാം മറന്നൊരു മടക്കയാത്ര. പൂർവാശ്രമത്തിൽ ഒരു പുലി ആയിരുന്നു തോന്നുന്നു. ആയിരുന്നു. പുല്ല് തിന്നുന്ന ഒരു പുലി.